അന്ന് ഞങ്ങൾക്ക് മോഡൽ എക്സാം ആയിരുന്നു. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. വൈകിട്ടായി, ബസ്സിലൊക്കെ നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പം വിശന്നിട്ട് കഴിക്കാൻ വല്ലതും പോകാമെന്നുള്ള പ്ലാനിൽ ഫ്രണ്ടുമായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പം പൈസയൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഇടിച്ചിട്ടിട്ട് ആൻറ്റി നേരെ തെറിച്ച് ബസ്സിൻ്റെ അടിയിലോട്ട് വീണ് ബസ്സിൻ്റെ ബാക്ക് ടയർ കൊണ്ട് കയറി. ക്രോസ് എന്തോ ചെയ്യാം, അത് ഞാൻ നേരെ കണ്ടിട്ടില്ല. ഏതോ വണ്ടി ഇടിച്ചിട്ടുണ്ട്, വണ്ടി ഇടിച്ച് നേരെ ബസ്സിൽ തട്ടി അടിയിലോട്ട് വീണിട്ട് ബസ്സിൻ്റെ ബാക്ക് ടയർ കയറി ഇറങ്ങി. അപ്പോൾ ഭയങ്കര തിരക്കുള്ള ബസ് കാരണം അതിൻ്റെ വെയിറ്റ്, ബാക്കിൽ രണ്ട് ടയറൊക്കെ ഉള്ളതുകൊണ്ട് അതിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ മറിഞ്ഞ് വീണ ആൻറ്റി വീണ്ടും ആ ബസ്സിൻ്റെ അടിയിലായതുകൊണ്ട് വീണ്ടും ഒരു റൗണ്ട് മറിഞ്ഞ് ഇങ്ങനെ വീണ്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ബാക്ക് മൊത്തം ബട്ടക്സ് വഴി ഒരു ടയർ ബട്ടക്സും മറ്റൊരു ടയർ ഈ കാലിൻ്റെ അവിടെ കൂടെ കയറിയിട്ട് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഒരു പൊട്ടി തെറിക്കും പോലെ അത്ര ഇഞ്ചുറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഞാൻ കണ്ടപ്പോഴേ ആദ്യമേ ഞാനാണ് കണ്ടത്. ഞാൻ ഓടിച്ചെന്ന് ഷോളെടുത്ത് വിരിച്ച് മണ്ടേ കൂടി ഇട്ട് കൊടുത്ത്. ബട്ടക്സ് ഒക്കെ കാണാമായിരുന്നു. അപ്പം മണ്ടേ കൂടെ വിരിച്ചിട്ട് കൊടുത്ത് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ കൂടി. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഏതെങ്കിലും കാറ് വല്ലതും ഉണ്ടെങ്കിൽ കാറിനെ വിളിച്ച് നിർത്തി കൊണ്ടുപോകാം. അപ്പം അടുത്തുനിന്ന് ചേട്ടന്മാർ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നല്ല ഇഞ്ചുറി ഉണ്ട്, ആംബുലൻസ് തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ആംബുലൻസ് വിളിച്ച് അവർ പറഞ്ഞു ഇപ്പോൾ വിടാം, ഒരു 5 മിനിറ്റിനകം വിടാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വിളിച്ച് ലാസ്റ്റ് ആംബുലൻസ് വന്ന് അതിൽ കയറ്റി. മറ്റേ സ്ട്രെച്ചറിൽ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു, മറ്റേ ഇങ്ങനെ പൊട്ടിയിരിക്കുമല്ലോ ഒരു സ്ട്രെച്ചർ, അതിലിങ്ങനെ ഓരോ പാർട്സായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ആൻറ്റിയെ കൊണ്ടുപോയത്. അപ്പം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ചോദിച്ച് ആരെങ്കിലും ഒന്ന് വരുമോയെന്ന് കേട്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിന് മുമ്പേ ആൻറ്റിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആൻറ്റിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണം. അപ്പം വീട്ടുകാരെങ്കിലും വിളിച്ച് പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്പറൊക്കെ നോക്കി. അപ്പം ബാഗൊക്കെ ബ്ലഡിലായിട്ട് ഒരുമാതിരി ഇരിക്കുന്നത്. പിന്നെ രണ്ടും കൽപ്പിച്ച് ബാഗ് എടുത്ത് നമ്പർ എന്തെങ്കിലും ഫോൺ നോക്കിയപ്പോൾ ഫോൺ പൊട്ടി, സ്വിച്ച് ഓഫ് ഒക്കെ ആയി പൊട്ടി, അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നോക്കിയപ്പോൾ ആധാർ കാർഡ് കിട്ടി. ആധാർ കാർഡിൽ നെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അഡ്രസ്സ് ഉണ്ട്. പിന്നെ നമ്പർ തിരക്കണതിൻ്റെ ഇടയിൽ അഡ്രസ്സ് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്പർ വേറൊരു ഐ ഹോസ്പിറ്റലിൻ്റെ എന്തോ ഒരു കണ്ണിൻ്റെ ആശുപത്രിയുടെ എന്തോ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു നമ്പർ കിട്ടി. അതിൽ വിളിച്ച് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഈ ആൻറ്റിയുടെ നമ്പർ ആയിരിക്കും അതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് സ്ഥലം ഉടമലക്കിലാണെന്നും ഒരിത് കിട്ടി. അപ്പോൾ പിന്നെ ആരെങ്കിലും വരുമെന്ന് കേട്ടപ്പം ഞാൻ ആരെങ്കിലും പോകുന്നാന്ന് നോക്കി. എന്നുവെച്ചാൽ ഇവിടെ ആൻറ്റിയുടെ കൂടെ വർക്ക് ചെയ്യണവരോട് ഉണ്ടായിരുന്നു. അവരൊരുമേ ഷോക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ഇങ്ങനെ അറിയാമെന്നുള്ള ആളാണെന്നൊന്നും പറഞ്ഞില്ല. ലാസ്റ്റ് പിന്നെ ആ ആൻറ്റി ഞാൻ പറഞ്ഞു ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസിൽ കയറിപ്പോയി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എന്താ സംഭവിച്ചു പറഞ്ഞു കൊടുത്ത്. ലാസ്റ്റ് അമ്മയെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ആൻറ്റിക്ക് വയ്യാണ്ട് ഇങ്ങനെ ആക്സിഡൻ്റ് ആയി, അപ്പോൾ ഞാൻ കൂടെ പോവാണ്, എന്നെ വിളിക്കാൻ വേണ്ടി വരണം, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് OP ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നെയിം പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്ഥലം എനിക്ക് അറിയത്തില്ല, ഏജും ചോദിച്ചു. അപ്പം 39 ആണെന്ന് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. പിന്നെ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമല്ലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അൺനോണായിട്ട് OP ടിക്കറ്റ് എടുത്ത് അവർ കാണിച്ച്. അപ്പോൾ ഞാൻ കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്ത് ആൻറ്റിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അവർ ഇങ്ങനെ അവിടെ ഒരു ചേച്ചി വന്നിട്ട് കാര്യമൊക്കെ കേട്ട്, അവിടുത്തെ ഡോക്ടറാണോ ആരെന്ന് അറിയത്തില്ല, കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വണ്ടി കയറിയതാണ്, അപ്പോൾ നല്ല ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ഇതൊരു സീരിയസ് ആണ്, പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഇഞ്ചുറി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ആൻറ്റിമാരാണെന്ന് തോന്നുന്നു, അവർ ആരെയൊക്കെയോ വിളിച്ച് ചേച്ചിയുടെ മകൻ ഒക്കെ വന്നിട്ട് പിന്നെ ഹസ്ബൻഡൊക്കെ വന്ന് അങ്ങനെ അവർ പിന്നെ കുറേ നേരം അവിടെ ഞാൻ അമ്മയെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അമ്മയടുത്ത് വരാൻ പറഞ്ഞിട്ട് അമ്മ വന്ന് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും കൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയെ കാണിച്ച് ലാസ്റ്റ് ഞാൻ അമ്മയെ കാണിക്കാൻ വിട്ടില്ല. ഞാൻ ചോദിച്ചു ഒന്ന് ലാസ്റ്റായിട്ടൊന്ന് കാണിക്കുമോ, ഞാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടർ കയറി ചോദിച്ച് അവരെ അനുവാദം വെച്ചിട്ട് പെട്ടെന്ന് കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ കണ്ടിട്ട് ഞാൻ അങ്ങ് പോയി. അന്ന് നൈറ്റ് തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ചേട്ടനെ വിളിച്ച് ചോദിച്ചു. ചേച്ചിയുടെ മോനാണ് വന്നത്. അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആൾ മരിച്ചുപോയി, കുറച്ച് നേരമായി, ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ മാനേജർ അങ്കിള് അവിടെ ഉണ്ടായിരുന്നു, സ്പോട്ടിലുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ആംബുലൻസ് പിറകെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് എന്നെ കണ്ടിരുന്നു, പക്ഷെ അവർ വിചാരിച്ച് ഞാൻ അസിസ്റ്റൻ്റ് വല്ലതും ആയിരിക്കും, ആംബുലൻസിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അയച്ച് എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വിളിക്കാം, കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ വാങ്ങിച്ച്. പിന്നെ ആൻറ്റിയെക്കുറിച്ച് അന്വേഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൻറ്റി മരിച്ചെന്നൊക്കെ അറിഞ്ഞ് പിന്നെ എക്സാമൊക്കെ ആയി, ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിൽ അങ്ങനെ പോയി. ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നപ്പം ഈ മാനേജർ അങ്കിളും പിന്നെ രവി സാർ എന്ന് പറയുന്ന ഒരു അങ്കിളും കൂടി വന്നിട്ട് ഇങ്ങനെ ടീച്ചറിനെ കണ്ടിട്ടൊക്കെയാണ് പിന്നെ വേറെ ആർക്കും ഞാൻ അങ്ങോട്ട് ചെന്ന് ആരുടെ പറയാൻ നിന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ പേടിച്ച് ആദ്യം ഒരു ഷോക്ക് കാണും. അപ്പം ചിലപ്പോൾ കരയാനൊക്കെ തോന്നും. പക്ഷെ ഞാൻ ആലോചിക്കും കരഞ്ഞ് നിന്നിട്ട് എന്തോന്ന് ചെയ്യും, എന്തേലും ചെയ്താൽ നമുക്ക്
ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് കാലിനിങ്ങനെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കാല് മുറിച്ച് കളഞ്ഞിട്ടായിരുന്നാലും ആൻറ്റിക്ക് എങ്ങനെയും ജീവിക്കാമല്ലോ, അപ്പോൾ ആൻറ്റി എങ്ങനെയും ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അങ്ങനെ ഒരു ചിന്തയായി. ആദ്യം ഷോക്കാവുമെങ്കിലും പിന്നെ അതെങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പം എന്തെങ്കിലും ചെയ്യാൻ തോന്നും. നമ്മൾ സ്വന്തക്കാരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ വേറെ ഏതോ ഒരു ജീവനാണെന്ന് വെച്ചിട്ടാണ് അവരെപ്പോഴും പറയും ഷോക്കായിപ്പോയി, പിന്നെ അവർ കരയും, ബോധം കെടും, ഇതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മുടെ സ്വന്തക്കാർക്ക് ആരെങ്കിലും ആണെങ്കിൽ അവരത് ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കണം. ഞാൻ കണ്ട കാര്യം എന്താണെന്ന് പറയും, കാരണം അവർ ചെയ്ത തെറ്റാണ്. ഓവർ സ്പീഡിൽ വന്നത് കൊണ്ടായിരിക്കണമല്ലോ, അവർ കാരണം ഒരു ജീവൻ പോയില്ലേ, അപ്പോൾ അത് അവരെ ഭാഗത്തുണ്ടായ തെറ്റല്ലേ. അപ്പം നാളൊരു സമയം എൻ്റെ അമ്മയ്ക്കാണിത് പറയാതെ, എൻ്റെ അമ്മയ്ക്കാണിത് സംഭവിച്ചു പോയെങ്കിൽ ഇതുപോലെ ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അവർ പറയാതിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സങ്കടം, കാരണം എൻ്റെ അമ്മയുടെ മരണത്തിന് ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ള എൻ്റെ സങ്കടം കാണും. അതുപോലെ എന്നെ പോലത്തെ 2 മക്കൾ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ സങ്കടം ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ അവർ കുറേ കഷ്ടപ്പെട്ടാണ് ബുദ്ധിമുട്ടിയാണ് ജീവിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാരണം എന്തെങ്കിലും അവർക്ക് എൻ്റെ ഒരു മൊഴി കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും.